സുഹൃത്തുക്കളെ, കേരള യുക്തിവാദ സംഘം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അതിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ഒരവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്കിന്ന് കേൾക്കാമല്ലോ. നമുക്കിന്ന് മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ദൈവം വന്ന വഴി എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. ഒരു ടെൻഷനും ഒരു മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സൊന്നും ഇല്ലാതെ വളരെ ലാഘവത്തോടുകൂടി ഇരിക്കുക. ഞാനിത് എന്തിനു പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അവസാനം മനസ്സിലാവും. അപ്പോൾ നമുക്കതിൽ കടക്കാം. വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആമുഖമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ ചരിത്ര ധാരണകൾ എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവം, തൊലിപ്പുറത്തുള്ളതാണ്. ഒരു 4000-5000 വർഷത്തിനപ്പുറത്തേക്ക് അവിടെ നിന്നാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത്. ഭൂരിപക്ഷം ചരിത്ര ഗ്രന്ഥങ്ങളും നോക്കിക്കോ, അത്തരം കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഈ 5000 വർഷം എന്ന് പറഞ്ഞാൽ നാഗരികത, സിവിലൈസേഷൻ വന്ന കാലമാണ്. അവിടെ ദൈവങ്ങളുണ്ട്, മതങ്ങളുണ്ട്, രാജാവുണ്ട്, രാജഭരണമുണ്ട്, ഇന്ന് കാണുന്ന എല്ലാം ഉണ്ട്. പക്ഷെ അതിനും താഴത്തുണ്ട് ചരിത്രം. അവിടെ മനുഷ്യനുണ്ട്, പക്ഷെ മതങ്ങളില്ല. അത് 10,000 വർഷം മുമ്പുണ്ട്, 50,000 വർഷം മുമ്പുണ്ട്, 1,00,000 വർഷം മുമ്പുണ്ട്, 10,00,000 വർഷം മുമ്പുണ്ട്, ഇനിയും കൂട്ടാം. ശരിക്കും അവിടെ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ഇത് മനസ്സിലാക്കാനേ ഒരു സിമ്പിൾ ഉദാഹരണം നോക്കാം. ഒരു ഐസ് കട്ടെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുണ്ട് ഭാഗം മാത്രമാണ് മുകളിൽ കാണുള്ളൂ, സിംഹഭാഗം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചരിത്രധാനങ്ങൾ. അതായത് മഹാഭൂരിപക്ഷം അടിയിലാണ്. ആ അടിയിലെടുത്ത ഭാഗത്തിലേക്ക് പോയെങ്കിൽ മാത്രമാണ് ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഈ മതഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. പക്ഷെ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിർമ്മിതികളാണ്, മനുഷ്യൻ്റെ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ ഭാഷയിൽ നാം നമ്മുടെ ആശയങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് മതഗ്രന്ഥങ്ങളിൽ. അത് നോക്കിക്കൊണ്ട് നമുക്ക് ദൈവം വന്ന വഴി അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഉൽപ്പാദിപ്പിച്ച അതിൻ്റെ ഫാക്ടറി ഉണ്ട്. അതായത് മനുഷ്യൻ അവൻ്റെ മനസ്സ്, അവൻ്റെ മസ്തിഷ്കം, അവിടെയാണ് അതിന് ഉത്തരമുള്ളത്. അതായത് മനുഷ്യൻ പരിണമിച്ച് വന്നിട്ട് 3 ലക്ഷം വർഷത്തോളമായി. ആ അന്ന് തൊട്ട് നാം ഇന്നോളം ജീവിച്ച മൊത്തം സമയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 98% സമയത്തിലധികം സമയത്തും നമുക്ക് ദൈവങ്ങളോ മതങ്ങളോ ഇല്ല. അതായത് ഇന്ന് നാം അറിയുന്ന ദൈവങ്ങളുണ്ടല്ലോ, അവരൊന്നും ഇല്ല. യഹോവയും യേശുവും ബ്രഹ്മാവൊക്കെ കഴിഞ്ഞ 3000 വർഷത്തിന് ശേഷം വരുന്നത്. അതിന് മുമ്പ് മതങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് വസ്തുത. അപ്പോൾ ചരിത്രത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭൂതകാലത്തിലേക്കാണ് യാത്ര. നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് സമയം നമുക്ക് ആ ഭൂതകാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അതല്ലാതെ വേറെ വഴികളില്ല നമുക്കിത് അറിയാനായിട്ട്. അപ്പം മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ദൈവം വന്ന വഴി ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴേ മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രം, ഇതിൽ 2 കാര്യങ്ങൾ നിർവചിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അതായത് മനുഷ്യൻ എന്നതും സംസ്കാരം എന്നതും. അത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് നിർവചിക്കാം. മനുഷ്യൻ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനുഷ്യൻ ഒരു സൃഷ്ടിയല്ല എന്നുള്ളതാണ് പ്രഥമ പാഠം. മനുഷ്യൻ്റെ സൃഷ്ടിയല്ല, മനുഷ്യൻ പരിണമിച്ച് വന്നവനാണ്. അതായത് ഭൂമിയിൽ മറ്റ് ജീവികളിൽ നിന്ന് തന്നെ പരിണമിച്ച് വന്നു. അതിൻ്റെ ഒരുപാട് തെളിവുകളും പേർക്കൊണ്ടാണ് നടക്കുന്നത്. അത് സംബന്ധമായിട്ടാണ് എൻ്റെ ഇവിടെ സെക്രട്ടറി സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ആദ്യത്തെ പുസ്തകം അതാണ്, മനുഷ്യൻ പരിണമിച്ച് വന്നത് എങ്ങനെയാണ്. പിന്നീട് പരിണമിച്ച് വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പുസ്തകം. ആ രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്നാണ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിലേക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ എന്ന നിലവിലുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ച് വന്നവനാണ്. ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചിട്ട് 400 കോടി വർഷത്തോളമായി. അത് ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ ജൈവരൂപങ്ങളായിരുന്നു. പിന്നീട് അതിൽ നിന്ന് ഈ വിസ്തൃതമായ സമയമേഖലയിലൂടെ മാറി മാറി മാറ്റങ്ങൾ സംഭവിച്ച് ഇപ്പോൾ ഭൂമിയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ജീവി എന്നത് തിമിംഗലമാണ്, നീലത്തിമിംഗലം. 140 ടൺ വരെ ഭാരം വരും. അങ്ങനെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഇതിൻ്റെ ഇടയിലാണ് മനുഷ്യൻ വരുന്നത്. മനുഷ്യൻ്റെ പരിണാമം നടക്കുന്നത് കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ടാണ്. അതിൽ കഴിഞ്ഞ ആ പരമ്പരയിൽ ഒരുപാട് പൂർവ്വജീവികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പിന്നീട് കഴിഞ്ഞ 3 ലക്ഷം വർഷം എത്തുമ്പോൾ മനുഷ്യൻ രംഗത്ത് വരുന്നു.
വീണ്ടും അതിൽ മാറ്റം സംഭവിച്ച് കഴിഞ്ഞ 40,000 വർഷം എത്തുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ, മോഡേൺ മനുഷ്യൻ, അതായത് നാം രംഗത്ത് വരുന്നു. അതായത് കഴിഞ്ഞ 40,000 വർഷം തൊട്ട് രംഗത്ത് വന്ന ആ മനുഷ്യൻ്റെ ജീനുകൾ അത് തലമുറയിലേക്ക് പകർത്തി അതായത് സന്താനങ്ങളുണ്ടായി അങ്ങനെയാണ് നാമിലെത്തി നിൽക്കുന്നത്. നാം വന്നത് അങ്ങനെയാണ്. ഈ മനുഷ്യനാണ്, അതായത് കഴിഞ്ഞ 40,000 വർഷം തൊട്ട് കാണുന്ന ഇന്നത്തെ ഈ മനുഷ്യൻ, ഈ മോഡേൺ മനുഷ്യനാണ് ദൈവത്തെ നിർമ്മിക്കുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ച ഒരു സംഗ്രഹം. ഇനി സംസ്കാരം എന്തെന്ന് നോക്കാം. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നൊരു വാക്കാണ് സംസ്കാരം എന്നുള്ളത്. പലവട്ടം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അധികം അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കുന്നില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. അതായത് മനുഷ്യൻ അവൻ്റെ വലിയ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചതിൻ്റെ ഫലമായി അവന് അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ അറിവുകളെയാണ് നാം ആർജിത അറിവുകൾ എന്ന് പറയുന്നത്. ഈ ആർജിത അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ ഉപകരണങ്ങൾ നിർമ്മിച്ചു. ആ ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവിത രീതി തുടങ്ങുമ്പോഴാണ് സംസ്കാരം തുടങ്ങുന്നത്. അതായത് സംസ്കാരം തുടങ്ങുന്നത് നമ്മളിപ്പോൾ ആരോട് ചോദിച്ചാലും പറയും അത് 4,000-5,000 വർഷം തൊട്ട് തുടങ്ങിയെന്ന്. അങ്ങനെയല്ല കേട്ടോ. അത് 24 ലക്ഷം വർഷം തൊട്ട് നമ്മുടെ സംസ്കാരം തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് കഴിഞ്ഞ 10,000 വർഷം വരെയുള്ള കാലത്ത് പാലിയോലിത്തിക് എന്ന് പറയും, അതായത് പ്രാചീന ശിലായുഗം. പിന്നെ 10,000 വർഷം തൊട്ട് 5,000 വർഷം വരെയുള്ള നിയോലിത്തിക് എന്ന് പറയുന്ന നവീന ശിലായുഗം. 5,000 വർഷം തൊട്ട് സിവിലൈസേഷൻ ലോഹയുഗം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് മാത്രമാണ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ, മറ്റൊരു ജീവിക്കുന്നത് സാധ്യമല്ല. മറ്റുള്ള ജീവികൾ പലതും ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ചിമ്പൻസിക്ക് ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചിമ്പൻസി അതിനെ കൊണ്ടുപോയി ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് വേറെ കല്ലെടുത്തിട്ടിരിക്കും, എന്നിട്ട് അതിൻ്റെ പരിപ്പെടുത്ത് തിന്നും. ഇത് ഉപകരണങ്ങൾ ഉപയോഗിക്കില്ല, നിർമ്മിക്കാൻ സാധ്യമല്ല അവർക്ക്. അതിന് വലിയ മസ്തിഷ്കം വേണം. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രഥമമായ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പമാണ്. അത് പെരുകി വന്നതാണ്. അതിൻ്റെ കാരണം എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്നാലും ഞാനൊരു സംഗ്രഹം പറയാം. നമ്മുടെ ബ്രെയിൻ്റെ ഈ ഉപരിഭാഗം സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. അതിനകത്ത് പുതുതായിട്ട് രൂപം കൊണ്ടുവന്ന കുറച്ച് മസ്തിഷ്കമുണ്ട്, അതിന് നിയോ കോർട്ടെക്സ് എന്ന് പറയും. ഇത് പ്രവർത്തിക്കുന്ന അതിൽ പ്രവർത്തിക്കുന്ന കുറേ ജീനുകളുണ്ട്. ഈ ജീനുകൾ ഇരട്ടിച്ചു വന്നു, ഡ്യൂപ്ലിക്കേഷൻ വഴിയും ഇരട്ടിച്ചു വന്നു. അതിൻ്റെ ഫലമായി അവ കൂടുതൽ പ്രോട്ടീനുകൾ നിർമ്മിക്കുകയും ആ പ്രക്രിയയിലൂടെ ന്യൂറോൺസ് പെരുകി വരികയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മസ്തിഷ്കം വികസിച്ചു വന്നത്. അതായത് കഴിഞ്ഞ 24 ലക്ഷം വർഷം മുമ്പ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ മസ്തിഷ്കം എന്ന് പറഞ്ഞത് വെറും 360 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ മസ്തിഷ്കം എന്ന് പറഞ്ഞത് 1350 ഗ്രാമാണ്. അതായത് 1 കിലോ നമുക്ക് വർദ്ധിച്ചു. ഇവിടെയാണ് എല്ലാ പ്രശ്നത്തിനും ഉത്തരമുള്ളത്. എല്ലാത്തിനും ഉത്തരമാണ്. നമ്മുടെ മസ്തിഷ്കം വർദ്ധിച്ചാണ് അതിന് കാരണം. നിങ്ങൾ ഇനി ഇതൊരു ചെറിയൊരു തുടക്കം മാത്രം കണ്ടാൽ മതി. ശരിക്കും നമ്മളെക്കുറിച്ചും നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ചൊക്കെ ഒരു യുക്തിവാദിയായ ആൾ ധാരാളം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായി കണ്ടാൽ മതി. അങ്ങനെ ആ മസ്തിഷ്കം വികസിച്ച് വരുന്നതനുസരിച്ച് നമ്മുടെ സംസ്കാരം മാറി വരും. ആ പ്രക്രിയയിൽ കഴിഞ്ഞ 40,000 വർഷം എത്തുമ്പോൾ മനുഷ്യൻ, നാം നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ മനുഷ്യനുണ്ടാകും, ആധുനിക മനുഷ്യൻ. ഈ മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പം മസ്തിഷ്കം പെരുകി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ പെരുകി വന്നു, കറക്റ്റാണ്, വസ്തുതയാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അതായത് ഇങ്ങനെ പെരുകി വരുന്നതിൻ്റെ ഇടയിൽ ചില ഘട്ടങ്ങളിൽ ചില പ്രത്യേകമായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതായത് ചില മസ്തിഷ്ക ഭാഗങ്ങൾ നമ്മുടെ നിയോ കോർട്ടെക്സിൽ ഉപരിഭാഗത്ത് രൂപം കൊള്ളുകയും അത് നമുക്ക് സവിശേഷമായ ജീവിതാനുഭവങ്ങൾ, അസ്തിത്വാനുഭവങ്ങൾ അത് നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഈ പറഞ്ഞ അസ്തിത്വാനുഭവങ്ങൾ, സോഫ്റ്റ്വെയറുകൾ. കാരണം അതാണ് മനുഷ്യനായി മാറുന്നത്. അത് 40,000 വർഷം തൊട്ടാണ് വരുന്നത്. അതിൽ ഏതാനും എണ്ണത്തെ ഞാൻ ഇവിടെ സൂചിപ്പിക്കും. കാരണം അതും ദൈവനിർമ്മിതിയിൽ മാത്രമല്ല, ഈ സംസ്കാര നിർമ്മിതിയിലും അതിപ്രധാനമായ പങ്കാണ് വഹിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്ന കാര്യമാണ്. ഞാൻ, അതായത് എനിക്ക് അസ്തിത്വമുണ്ട്, അത് ഞാനുണ്ട്. ഞാനെന്ന ബോധം ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും. അസ്തിത്വ ബോധം, സത്താബോധം, അഹംബോധം എന്നൊക്കെ പറയുന്നില്ലേ. ഞാനെന്ന നമുക്കെല്ലാവർക്കും ഈ ഇരിക്കുന്ന ഞാനാണ്, നിങ്ങളെല്ലാവരും ഞാന്മാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആ ബോധം ഉണ്ടല്ലോ. ഈ ഞാനെന്ന് പറയുന്നത് ഈ മസ്തിഷ്കം വികസിച്ച് വന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപരിഭാഗത്ത് ചില ഭാഗങ്ങൾ രൂപം കൊണ്ടുവന്നതാണ്. അത് ഈ ആൻറ്റീരിയൽ സിംഗുലേറ്റ്, പിന്നെ വോൺ എക്കോനോമ നോംസ് ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞ കുറേ സങ്കീർണമായ കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ സങ്കീർണമായിട്ട് പോയിട്ട് വടക്കാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളതിൻ്റെ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അത്തരം ഭാഗങ്ങളാണ് നമുക്ക് ഈ ഞാനെന്ന ബോധം ഉണ്ടാക്കുന്നത്. ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേട്ടോ.
അവിടെ ഞാനില്ല, മനുഷ്യനുണ്ട്, ഞാനില്ല. അൽഷിമേഴ്സ് അല്ല ഡിമെൻഷ്യയിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് പലതും സംഭവിക്കാറുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഞാൻ എന്നുള്ളത്. നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്, നോക്കാം. അതായത് ഒരു പട്ടിയുടെ മുന്നിൽ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് ഒരിക്കലും കണ്ണാടിയിൽ കാണുന്നത് സ്വന്തം പ്രതിബിംബമാണെന്ന് മനസ്സിലാവില്ല. സ്വന്തം പ്രതിരൂപമാണ് കണ്ണാടിയിൽ കാണുന്നതെന്ന് പട്ടിക്ക് മനസ്സിലാവില്ല. അത് പട്ടിക്ക് മാത്രമല്ല മറ്റൊരു ജീവിക്ക് മനസ്സിലാവില്ല. പട്ടി കരുതുന്നത് എന്താണ്, അത് മറ്റൊരു പട്ടിയാണെന്ന്. അങ്ങനെ കടിപിടി കൂടും, ചില്ലുമ്പോൾ കടിപിടി കൂടും. കടിപിടി കിട്ടാണ്ടാകുമ്പോൾ പിന്നിൽ പോകും. പിന്നിൽ പോയിട്ട് പരതും, അവിടെ കാണുന്ന വീണ്ടും മുന്നിൽ വരും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. യൂട്യൂബിൽ കയറി ഒരുപാട് വീഡിയോകളുണ്ട്. കാരണം എന്താണ്, അവർക്ക് ഞാനെന്ന ബോധമില്ല. നമ്മളീ പറഞ്ഞ നിയോകോർട്ടെക്സിൻ്റെ വികാസം അവർക്കില്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആണ് ഇത് കുറേ കാലം ഈ തത്വചിന്തന്മാരുടെ മേജർ സ്ഥലമായിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കൂടുതൽ വലുതാക്കപ്പെട്ടത്. അതോടുകൂടി അവരെ സ്കൂൾ കുറച്ച് പൂട്ടി തുടങ്ങി. ഇനി അടുത്ത ഈ സോഫ്റ്റ്വെയർ എന്നത് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയും. തിയറി ഓഫ് മൈൻഡ് ഇത് ഞാനിത് പറയാൻ വളരെ ഇതിലൊക്കെ നിർണായകമായത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇത് ന്യൂറോബയോളജി ക്ലാസ് ആയിട്ട് അങ്ങനെ കാണരുത്. അത് തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞതേ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ തിയറി ഓഫ് മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങൾ എന്നെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തിയറി ഓഫ് മൈൻഡ് പറഞ്ഞാൽ ഇത്രയാണ്. നമ്മളിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരഭാഷ, അയാളുടെ മുഖഭാവം, ചലനം, ഇതൊക്കെ നോക്കിക്കൊണ്ടേ ആ ആൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഇതാണ് തിയറി ഓഫ് മൈൻഡ് എന്നത്. പെട്ടെന്ന് മനസ്സിലായാലും ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ സാഹിത്യം മുഴുവൻ തിയറി ഓഫ് മൈൻഡാണ്. അതായത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ആടുജീവിതം, ബെന്യാമിൻ്റെ നോവല. ആ റസാഖ് ഭായി അദ്ദേഹമാണ് അനുഭവിച്ചത്. അദ്ദേഹം ഈ ഇതിനെക്കുറിച്ച് ബെന്യാമിനോട് കുറച്ച് കാര്യം പറഞ്ഞു. പിന്നീട് ബെന്യാമൻ അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ പറയുന്ന ആടുജീവിതം എന്നുള്ള കൃതി. അതായത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ എന്താണ് ചിന്തിക്കുന്നത് ചിന്തിച്ച് അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാൻ പറ്റും. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഇത് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോൾ ബെന്യാമിൻ ആടുജീവിതം ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെയാണ് നമ്മുടെ രാമായണം, മഹാഭാരതം, ഗീതയും, ബൈബിളും, ഖുറാനും, തോറയും ഒക്കെ ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ഈ സോഫ്റ്റ്വെയറാണ് അവിടെ പ്രവർത്തിച്ചത്. ഇത് കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിന് പുറത്ത് വെച്ചാണ് സംഭവിക്കുന്നത് മനുഷ്യനിൽ, നമ്മൾ തന്നെ. ഇനി മൂന്നാമത്തത്, ഇതൊരു കാര്യം കൂടി തന്നെയാണ്. അതായത് ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ള ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകുന്നതോട് കൂടിയിട്ടേ നമുക്ക് ഒരു വിശിഷ്ടമായൊരു ഗുണം ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ധാർമ്മിക ബോധം ഉണ്ടല്ലോ, മൊറാലിറ്റി എന്ന് പറയുന്നത്, അതങ്ങ് പെരുകി വന്നു. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ്റെ ദൈന്യത നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളവരെ സഹായിക്കും. നമ്മുടെ സ്വഭാവമാണ്, അടിസ്ഥാന സ്വഭാവം. ഇത് ഇങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് ഈ പ്രത്യേക സോഫ്റ്റ്വെയർ മൂലം. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ജീവലോകത്തെ ഏറ്റവും ഈ ധാർമ്മികതയുള്ള ജീവി മനുഷ്യനാണെന്ന് ഇരിക്കെ തന്നെ അതിൻ്റെ വിപരീതം, അതായത് ഏറ്റവും ക്രൂരനായ ജീവി മനുഷ്യൻ തന്നെയാണ്. യാതൊരു അറിയാത്ത ഒരാളെ പോലും നമുക്ക് എന്ത് വേണേലും വെട്ടിക്കൊല എന്തിനും നമുക്കൊരു അരുമടിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഇനി മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ള നമ്മുടെ യാത്രയാണത്, ആഭ്യന്തര യാത്ര. ഇത് കഴിഞ്ഞ 1 ലക്ഷം വർഷത്തിന് ശേഷം രൂപം കൊണ്ടു. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഉദാഹരണത്തിന് ഈ ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ആയി എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ഒരു 60,000 വർഷം തൊട്ട് ചരിത്രത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു പൂർവികൻ ഒരു 1 ലക്ഷം വർഷത്തിന് ശേഷമുള്ള പൂർവികൻ ഒരു ജലാശയത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വന്നു എന്ന് കരുതുക. മൂപ്പര് സ്വന്തം പ്രതിബിംബം അതിൽ കാണുമ്പോൾ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചു. അതിനുശേഷം അവിടെ ചില കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഈ ആഭരണം ധരിക്കാനുള്ള പരിപാടിയിലേക്ക് വരുന്നത്. അതായത് ആഭരണം ഒന്ന് തുടങ്ങുന്നുണ്ട്. ഈ ശംഖ്, അതുപോലെ മുട്ടത്തോട്, ചില മൃഗങ്ങൾ അസ്ഥി, ഇതൊക്കെ വരച്ച് ഷേപ്പാക്കിക്കൊണ്ട് കഴുത്തിലിട്ട് നടക്കൽ, പിന്നെ മേലാകെ ചായം പൂശി നടക്കൽ, ഈ പ്രവൃത്തി ഈ അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നാം തുടങ്ങുകയാണ്. ഈ സോഫ്റ്റ്വെയറുകളാണ് നമ്മളതിന് സഹായിക്കുന്നത്. പിന്നെ ഇതൊക്കെ വെച്ചാൽ ഈ ദൈവനിർമ്മിതിയിൽ നിർണായകമാണ്. അടുത്തതെന്ന് വെച്ചാൽ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞത്. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി അത് കഴിഞ്ഞ 40,000 വർഷം തൊട്ടാണ് ശരിക്കും അത് ഇൻസ്റ്റാൾ ആവുന്നത്. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മകഥ തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൽ പൂർവ്വകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ നമുക്കതിങ്ങനെ ഓർമ്മകളായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓർമ്മിച്ചെടുക്കാനുള്ള സ്ഥിതി വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി.
നമുക്ക് നമ്മുടെ പല കാര്യങ്ങളെയും പൂർവ്വകാലത്ത് നടന്ന കാര്യങ്ങളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ ഭാവിയെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഭാവിയെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും സ്വയം ഡിസൈൻ ചെയ്ത ആൾക്കാരാണ്. സ്വയം ഡിസൈൻ ചെയ്ത് തരാം. നിങ്ങളത് അറിയുന്നില്ല എന്നുള്ളൂ. നമുക്ക് പൂർവ്വവിധികളൊന്നുമില്ല. നാം നമ്മെ നിർമ്മിക്കുകയാണ്, നമ്മളെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അല്ലാതെ എൻ്റെ ആദ്യകാല ജീവിതമാണെങ്കിൽ ഞാനൊരു കൽപ്പണിക്കാരനാണ്. ആദ്യകാല ജീവിതമാണെങ്കിൽ എനിക്ക് പുസ്തകം എഴുതാനും ഇതുപോലെ സംസാരിക്കാനൊന്നും പറ്റും. ഞാൻ എന്നെ ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും എല്ലാവരും. നിങ്ങൾ സ്വയം ഡിസൈൻ ചെയ്തവരാണ്. ഇതുപോലെ സ്വയം ഡിസൈൻ ചെയ്തതാണ് മുഹമ്മദിൻ്റെ ഇസ്ലാം മതം. മുഹമ്മദ് സ്വയം ഡിസൈൻ ചെയ്തെടുത്തതാണ്. അത് തന്നെയാണ് പൂർവ്വകാലത്ത് ഏത് മതത്തിനെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും മനുഷ്യൻ ഡിസൈൻ ചെയ്യുകയാണ്. ഇതോടൊപ്പം ഭാഷയും കൂടി ചേരണം. ഭാഷ എന്ന് പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഭാഷ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ. ഈ ആശയങ്ങളെ മറ്റൊരാളെ ധരിപ്പിക്കണം. അതിന് നമ്മൾ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളെ ധരിപ്പിക്കുന്ന സംവിധാനമാണ് ഭാഷ. ഈ ഭാഷ രൂപീകരണത്തിന് നമ്മുടെ മസ്തിഷ്കത്തിൽ ചില സംവിധാനങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിന് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ഈ നിയോകോട്ടക്സിൽ പ്രവർത്തിക്കുന്ന ഒരു ജീനുണ്ട്, FOXP2 എന്ന് പറയും. അതിന് കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിന് പുറത്ത് 2 മ്യൂട്ടേഷൻ സംഭവിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു റീ അറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. അത് ഈ ഭാഷയുടെ കാര്യത്തിൽ ഈ FOXP2 എന്ന് പറഞ്ഞ ജീൻ വളരെ നിർണായകമാണ്. കാരണം അതിന് ഇപ്പം എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയില്ല കേട്ടോ. ഭാഷ ഉണ്ടാവില്ല. ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റും, പക്ഷെ ഭാഷയില്ല. കുറേ ജീനുകളുണ്ട്, പക്ഷേ ഇത് നിർണായകമായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ തൊണ്ടയുണ്ട്, ലാരിങ്സ്, ഈ ഭാഗത്ത് കുറേ വോക്കൽ കോഡ്സും ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മെംബ്രെയിൻ, ഒരു ഒരു സ്ഥലം നമുക്കുണ്ടായിരുന്നു. ഈ പരിണാമ പ്രക്രിയയിൽ നമുക്ക് ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു സിംപ്ലിഫിക്കേഷൻ, ഒരു ലളിതവൽക്കരണം നമുക്ക് നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വ്യത്യസ്തങ്ങളായ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ യേശുദാസിൻ്റെ നല്ല സുന്ദരമായ ശബ്ദം മുതൽ മിമിക്രിക്കാരെടുക്കുന്ന അനന്തമായ ശബ്ദങ്ങളുണ്ടല്ലോ, അതുവരെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇതൊന്നും മൃഗലോകത്തില്ല. ഇപ്പോൾ മൃഗലോകത്ത് പറഞ്ഞാൽ ഇപ്പോൾ പശു, ആന, സിംഹം, ഇതൊക്കെ അവരുടെ ശബ്ദമൊക്കെ ഭയങ്കര കനം പിടിച്ചതാണ്. കാരണം അവർക്കൊക്കെ ഈ പാടപ്പോളുണ്ട്, അതിൽ തട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ മനുഷ്യന് സംഭവിച്ചുകൊണ്ടാണ് എല്ലാം കൂടിയിട്ട് ഒത്തുകൂടി വരികയാണ് കഴിഞ്ഞ 40,000 വർഷമെത്തുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ, മോഡേൺ മനുഷ്യൻ. ഇതാണ് ഇതിൻ്റെ ദൈവനിർമ്മിതിയുടെ ഒരു പൂർവ്വഭാഗം. ഇനി ദൈവനിർമ്മിതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 40,000 വർഷം തൊട്ട് കാണുന്ന ഈ മോഡേൺ മനുഷ്യനാണ്, ഇപ്പം നമ്മൾ ആ മോഡേൺ മനുഷ്യന്മാരെ എത്തി, ആ മനുഷ്യനാണ് ദൈവത്തെ നിർമ്മിച്ചത്. എന്താണ് ദൈവനിർമ്മിതിയിലെ ഏറ്റവും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, മനുഷ്യന് മരണത്തിന് ശേഷവും ജീവിതമുണ്ടെന്നും അവിടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് വേർപെട്ട് പോകുന്ന ഒരു ഇമേജ്, ഒരു രൂപം, ഇതിപ്പോൾ നമ്മൾ ആത്മാവെന്ന് പറയുന്നു, അതുണ്ടെന്നും അത് നിൽക്കുന്ന ഒരു ലോകമുണ്ടെന്നും ഈ 40,000 വർഷം തൊട്ടുള്ള മനുഷ്യൻ ആ വിശ്വാസത്തിലേക്ക് വരികയാണ്. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ടേ, ആദിവാസികളെ പോലും നമ്മളിന്ന് മനുഷ്യരെ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇനി 40,000 വർഷം തൊട്ടുള്ള മനുഷ്യർ, അതായത് പാൻറ്റിടാത്ത, കുളിക്കാത്ത, മുടി ചെയ്യാത്ത, ഷേവ് ചെയ്യാത്ത, ആകെയായി കാക്കുരുകുരിയാക്കി നടക്കുന്ന മനുഷ്യർ ഈ ദൈവനിർമ്മിതിയുടെ ആദ്യത്തെ പ്രതലം എന്ന് പറയുന്ന ഈ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നുള്ള വിശ്വാസം ആ തലത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമായി തോന്നാം. പക്ഷെ അവിശ്വസനീയമല്ല കേട്ടോ, സത്യമാണ്. കാരണം നമ്മുടെ ബ്രെയിൻ അവിടെ നിന്നിട്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ എല്ലാ ഈ സോഫ്റ്റ്വെയറുകളും കൂടി, എല്ലാവിധ കഴിവുകളും കൂടിയിട്ട് അവിടെ തുടങ്ങുകയാണ്. ആ മനുഷ്യൻ്റെ ഇന്നത്തെ പതിപ്പ് മാത്രമാണ് നമ്മൾ. ആ 40,000 വർഷം തൊട്ട് കാണുന്ന മനുഷ്യൻ്റെ അതേ ആകാരം തന്നെയാണ് നമുക്ക്. പക്ഷെ സാംസ്കാരികമായിട്ട് നമുക്ക് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കൂടുതൽ അറിവ് നേടി അതിനനുസരിച്ച് കുറേ ഉപകരണങ്ങൾ നിർമ്മിച്ചു. നമ്മുടെ ജീവിതം 2 തട്ടിലാണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. ഫിസിക്കലായിട്ട് ഒന്ന് തന്നെയാണ്. ഈ മനുഷ്യനാണ് ഈ ദൈവനിർമ്മിതിയുടെ പ്രാഥമിക പ്രതലം നിർമ്മിക്കുന്നത്. അതായത് ഈ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമാണ്. അതൊരിക്കലും ഇന്നത്തെ അള്ളാഹു അല്ലെങ്കിൽ ബ്രഹ്മാവ് അതിലേക്കൊന്നും എത്തുന്നില്ല. അതൊക്കെ പിൽക്കാല തലമുറകളാണ് ചെയ്തത്. അതിലേക്ക് വരുന്ന പ്രാഥമിക പടവർ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അത് എങ്ങനെ ചെയ്തു, അതിൻ്റെ തെളിവെന്താണ്, ഈ 2 കാര്യങ്ങൾ നോക്കാം. ഈ 40,000 വർഷം തൊട്ട് കഴിഞ്ഞ 10,000 വർഷമുള്ള കാലത്തെ ഈ അപ്പർ പാലിയോലിത്തിക് എന്ന് പറയും, അതായത് ഉത്തര പ്രാചീന ശിലായുഗം. അതൊരു ഐസേജാണ്, ഹിമയുഗമാണ്. ഇവിടെയാണ് മനുഷ്യൻ, നമ്മുടെ പൂർവികർ ജീവിക്കുന്നത്. അപ്പോൾ ചെറിയ കൂട്ടങ്ങളായിരുന്നു ജീവിക്കുന്നത്. ഈ 20 മുതൽ 30 പേരുള്ള ചെറിയ കൂട്ടങ്ങൾ, അങ്ങനെ അനവധി കൂട്ടങ്ങളുണ്ട്.
ഈ കൂട്ടങ്ങളുടെ മുഖ്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഹാരമാണ്. കാരണം അന്ന് കൃഷിയും മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. ആഹാരം എന്നുള്ളത് സ്വയം എല്ലാവരും കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കണ്ടെത്തണം. അതുപോലെ വേട്ടയാടി പിടിക്കണം. വേട്ടയാടി പിടിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സീരിയസ് ആണ്. കാരണം ഒരു മൃഗം എന്നെ തിന്നോളാമായിട്ട് എന്നെ മുന്നിൽ വരില്ല. അവരെ ഓടിത്തിയിട്ട് അവരെ തളർത്തിയിട്ട് വേണം നമുക്ക് അവരെ കൊല്ലാൻ. അത് സിംഹങ്ങൾ ചെയ്യുന്ന പോലെ ചാടി പിടിച്ച് കഴുത്ത് ഓടിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദുർബലരാണ്. നമുക്ക് ഓട്ടത്തിന് മാത്രമേ കഴിവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ജീവിതം വന്നാലും മത്സരമാണ്. കാരണം ഒരു ഗ്രൂപ്പിലെ ആൾക്കാർക്ക് മാത്രമല്ല, പല ഗ്രൂപ്പുണ്ട്. അവിടുത്തെ എല്ലാവർക്കും ഭക്ഷണം വേണം. പിന്നെ മനുഷ്യന് മാത്രമല്ല, എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സരമാണ്. വന്യപ്രകൃതിയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മത്സരമാണ്. ഇവിടെ ആദ്യം കിട്ടുന്നവരാണ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ജീവിതം. അങ്ങനെ ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരാൾ മരിക്കുന്നു എന്ന് കരുതാം. ഒരാൾ മരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഗ്രൂപ്പിലെ ആഹാര ലഭ്യതയാണ് അത് പ്രധാനമായും ബാധിക്കുന്നത്. അത് അവർക്ക് വല്ലാത്ത ആകുലത ഉണ്ടാക്കും ആ ഗ്രൂപ്പിന്. ഒപ്പം ഒരാൾ മരിച്ചു കിടന്നല്ല, അയാളെ തിയറി ഓഫ് മൈൻഡ് പ്രവർത്തിക്കും. ഇപ്പോൾ നമുക്കപ്പോൾ എല്ലാവർക്കുള്ള കഴിവാണ്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, പിന്നെ ഒന്നുമില്ല. നമ്മുടെ ഇന്നത്തെ അറിവാണ്. പക്ഷെ അന്നത്തെ അറിവ് അങ്ങനെയല്ല. ആ മനുഷ്യന് അവർക്ക് സംബന്ധിച്ചാലും അത് ആ മനുഷ്യനെ മരിച്ചാൽ പിന്നെ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു നോക്കാം. നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ദുഃഖ പര്യവസായ സിനിമ കണ്ടു നോക്കാം. നമ്മൾ തിയേറ്ററിൽ വിട്ടിറങ്ങുമ്പോൾ അതിലെ കഥാപാത്രം നമ്മുടെ കൂടെ പോരും. കാരണം എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മനസ്സിലിട്ടിട്ട് ഉരുട്ടി കാരണം വെച്ചിട്ട് വല്ലാത്തൊരു വേട്ടയാടലായിരിക്കും നമ്മളത് ചെയ്യുക. അപ്പം തിയറി ഓഫ് മൈൻഡ് അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മളതിനെ അവസാനം എന്താ പറയുക, ഈ ശുഭപര്യവസ്ഥയായിട്ട് മാറ്റും. ഇപ്പോൾ ചെമ്മീൻ സിനിമ കണ്ടിട്ടുണ്ട ആൾക്കാർ പലത് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനവക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ അവർ മധുവും ശീലും ഭരിക്കുന്നത് ഭയങ്കര ശരിയായില്ല, അവർ ജീവിപ്പിക്കാവുന്ന തരത്തിലൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പണ്ട്. അപ്പം നമ്മുടെ തിയറി ഓഫ് മൈൻഡ് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തിയറി ഓഫ് മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാലേ, ഈ ആകുലത പിടിച്ചു നിൽക്കുന്ന ഈ മനുഷ്യർ രാത്രിയിൽ അവർ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഈ മരിച്ചു പോയവനും ഈ സ്വപ്നം കാണുന്നവനും കൂടിയിട്ട് ഒരുമിച്ച് അവൻ രംഗത്ത് വരുന്നു. അതൊരു ഇമേജ് ഉണ്ടല്ലോ നമുക്കതിനെ. ഇന്നിപ്പോൾ നല്ലൊരു ഇമേജ് അവരെ തന്നെ ആത്മാവെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഇമേജ് അവർ കാണുന്നു. ആ ഇമേജുമായിട്ട് ഉള്ള ആ മരിച്ചു പോയവനായിട്ട് ഇങ്ങനെ വേട്ടയാടുന്നു, മൃഗത്തെ പിടിക്കുന്നു, എന്നിട്ട് കൊല്ലുന്നു, തിന്നുന്നു. അത്ര ഏതാനും നിമിഷങ്ങളേ ഉള്ളത്. പക്ഷേ ഈ സ്വപ്നം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നമ്മൾക്കെന്ന് ചില സ്വപ്നം എന്ന് പറഞ്ഞത് അത് കണ്ടു കഴിഞ്ഞാൽ തിന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർക്ക് അങ്ങനെയല്ല കാണുന്നത്. അത് മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ, ഉറക്കം എന്നുള്ളത് സ്വപ്നം കാണുന്നത് മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്. അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളിൽ നിന്ന് ബന്ധവും ഏർപ്പെട്ട് പോകുന്നുണ്ട്. അതാണ് ഈ സ്വപ്നത്തിലൂടെ കാണുന്നത്. നാം ഇന്നതിനെ ആത്മാവെന്ന് പറയുന്നു. അതിന് നിൽക്കുന്നൊരു തലമുണ്ട്. അത് നമുക്കിന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അതൊരു മരണാനന്തര ലോകമാണെന്നുള്ളത്. ഈ വിശ്വാസ തലത്തിലേക്ക് അവർ എത്തുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇത്തരമൊരു വിശ്വാസധാര അവർ കൊണ്ടുവന്നതിന് നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല, ചീത്ത പറയാനൊന്നും പറ്റില്ല. കാരണം ഭൂതകാലത്ത് നടന്ന കാര്യമാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അതിനെ തിരുത്താനൊന്നും പറ്റില്ല. മറ്റൊരു വസ്തുത ഉള്ളതെന്ന് വെച്ചാൽ, അവർ അത് ചെയ്തത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഭൂമി ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യരും അവർ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള മനുഷ്യരാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാം ഇന്നോളം ജീവിച്ച മൊത്തം മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കഴിവുള്ള മനുഷ്യരാണ് നാം. വസ്തുതയല്ലേ, നാം ആണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. പക്ഷെ ഒരു 500 വർഷം കഴിഞ്ഞുള്ള മനുഷ്യരോ ഒന്ന് ചിന്തിച്ചേക്ക്, ഒരുപക്ഷെ അവർ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലേക്കൊക്കെ ജീവിക്കാം. അപ്പോൾ അവർ നമ്മെക്കുറിച്ച് എന്ത് പറയും? ഒരു 500 വർഷം മുമ്പ് കുറേ കമ്പ്യൂട്ടർ പോലത്തെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയ കുറേ ആദിവാസികൾ നമ്മളെക്കുറിച്ച് പറയും. അതുപോലെ വല്ല റോക്കറ്റ് പോലത്തെ വാഹനങ്ങളൊക്കെ മുകളിലേക്ക് വിട്ട് രസിച്ചിരുന്ന കുറേ ആദിവാസി എന്നേ പറയുള്ളൂ. കാരണം ഈ തട്ടുതട്ട് എപ്പോഴും ഉണ്ട്, സാംസ്കാരികവും തട്ടുതട്ടുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ അവരുടെ കാലഘട്ടത്തിൽ അവർ നല്ലോണം അറിവുള്ളവരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ആ കാലഘട്ടത്തിലെ മനുഷ്യർ ഈ വിശ്വാസത്തിൻ്റെ പ്രതലത്തിലേക്ക് വരുന്നു. ഇനി ഇതിൻ്റെ തെളിവെന്താണ്? തെളിവുണ്ടതിന്, ചുമ്മാ അല്ലത്. ഈ തെളിവെന്ന് പറഞ്ഞത് കഴിഞ്ഞ 32,000 വർഷങ്ങൾക്ക് മുമ്പുള്ള തെളിവാണ്. ഇത് യൂറോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. യൂറോപ്പിലാണ് കൂടുതൽ ഈ ആർക്കിയോളജിക്കൽ ഖനനങ്ങൾ നടക്കുന്നത്. റഷ്യയിൽ നിന്നാണ് വരുന്നത്. റഷ്യയിലെ മോസ്കോയ്ക്ക് അടുത്ത് സൺഗീർ എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്. അതൊരു പൗരാണിക ശ്മശാനാണ്. അനവധി ഈ നാം പറഞ്ഞ ഈ ഉത്തര പ്രാചീന ശിലായുഗത്തിൽ, അത് 32,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ മനുഷ്യരെ ശവമടയ്ക്കുന്ന സ്ഥലമാണത്.
ഈ സൈറ്റിൽ നമുക്കൊരു 3 പേരെ ഇന്ന് എടുക്കാം നമുക്ക് തെളിവായിട്ട്. ഇവരെന്ത് സംഭവിച്ചാൽ ഈ കാലം തൊട്ട് മനുഷ്യൻ്റെ ഈ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അത് ആചാരപരമാവുകയാണ് അവരുടെ ശവമടക്കുകൾ. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ വലിച്ചു വാരി എവിടെയെങ്കിലും കുഴിയിലേക്ക് കൊണ്ടിരിക്കുക ഇടലല്ല, അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കലല്ല, മറിച്ച് വളരെ ആദരവോടും വളരെ ഭവ്യതയോടും കൂടിയിട്ട് മനുഷ്യൻ്റെ കബറടക്കല എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം ചെയ്യുന്ന പ്രക്രിയയിലേക്ക് മനുഷ്യൻ മാറുകയാണ്. ഈ ആധുനിക മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണിത്. അത് 32,000 വർഷത്തെ തെളിവ് ഇങ്ങനെയാണ് വരുന്നത്. ആ കുഴി ഇവർ തുറന്നപ്പോഴേ, അതായത് അതിൽ 3 പേരുള്ളത് നമുക്ക് നോക്കാനായിട്ട്. ഈ 3 പേരിൽ ഒരാൾ 45 വയസ്സുള്ള ഒരു മധ്യവയസ്കനാണ്, പിന്നെ 2 പേര് 12 വയസ്സും 14 വയസ്സുള്ള 2 കൗമാരക്കാരാണ്. ഈ കുഴികൾ തുറന്നപ്പോഴേ അതിനകത്ത് കണ്ട ആർക്കിയോളജിസ്റ്റുകളൊക്കെ അന്തം വിട്ടു. കാരണം എന്താ പറയുക, വിലമതിക്കാനാവാത്ത തെളിവാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ ശിലായുധങ്ങളും ആ കുഴിക്കകത്തുണ്ട്. ശിലായുധങ്ങൾ, പിന്നെ ഈ കുന്തമുണ്ട്, കുന്തത്തിൻ്റെ ത്രികോണത്തിലുള്ള ആ സാധനമുണ്ട്. പിന്നെ പക്ഷെ അതിൻ്റെ മരം ദ്രവിച്ചു പോയി. പിന്നെ അവരുടെ ശരീരത്തിലെ അന്നത്തെ ആന മാമത്താണ്. ഈ മാമത്തിൻ്റെ കൊമ്പ് മുറിച്ചെടുത്തിട്ട് അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലൂടെ ഓട്ട തുളച്ചിട്ട് വള്ളി കോർത്തിട്ട് മാല പോലെ ആക്കിയിട്ട് ശരീരത്തിൽ ആകമാനം ഇവിടെ നെറ്റിയിലുണ്ട്, കൈമ്പലുണ്ട്, കഴുത്തിലുണ്ട്, അരയിലുണ്ട്, എല്ലാ ശരീരത്തിലും മൊത്തമുണ്ട്. ഒരാളുടെ ശരീരത്തിൽ അത് 4000-ഓളം ഉണ്ട് ഈ മുത്തുമണിമാല. ഇത് കെട്ടിയിരിക്കുകയാണ്. പിന്നെ കുറുക്കൻ്റെ പല്ല് എടുത്തിട്ട് ആ പല്ലിൽ ഇതുപോലെ ഓട്ട തുളച്ചിട്ട് ഇതുപോലെ മാലയിട്ട് അരപ്പട്ട, പിന്നെ കഴുത്തിൽ വേറൊരു അസ്ഥി എടുത്ത് ഉരച്ച് ഷേപ്പാക്കിയിട്ട് ഒരു മുത്തുമണി ഒരു പതക്കം. പിന്നെ ആ കുഴിക്കകത്ത് നിറയെ ചുവന്ന ചായങ്ങളാണ്. അതായത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തല്ല, മരണത്തിന് ശേഷവും മനുഷ്യന് ജീവിതം ഉണ്ടെന്നുള്ള വിശ്വാസം വേരുറച്ച സമൂഹം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ഇപ്പം മാമത്തിൻ്റെ കൊമ്പ് അന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. മാമത്തിൻ്റെ വെച്ചാൽ അന്ന് നമ്മുടെ ഭക്ഷണ പട്ടികയിലെ ഒരു ഇനമാണ് മാമത്ത്. ഇഷ്ടംപോലെ കൊമ്പ് കിട്ടും. പക്ഷെ എങ്ങനെ മുറിച്ചെടുക്കും? ശിലായുധം കൊണ്ട്. പക്ഷെ അവർ മുറിച്ചെടുത്തു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കും. എന്നിട്ട് മാല കൊടുത്തിട്ടിട്ടും എത്ര മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ട് വേണം ആ പ്രക്രിയ പൂർത്തിയാക്കാൻ. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ആ പ്രയത്നത്തിൻ്റെ മൂല്യം നോക്കുമ്പോൾ ഡയമണ്ടിനേക്കാൾ മൂല്യമുണ്ട് ഈ പറയുന്ന ഈ ആഭരണങ്ങൾക്ക്. ഇതും ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾ ചോദ്യം ചെയ്യില്ലല്ലോ. അതൊക്കെ ഓരോരുത്തർക്ക് അവകാശം വരെ എടുക്കാമായിരുന്നു, തട്ടിപ്പറിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ എല്ലാ സാധനവും കൂടി കുഴിയിലിട്ട് മൂടിയിട്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് ചെയ്യുന്ന ശവസംസ്കാരം. അതുമാത്രമല്ല, ഈ ഭൂനിരപ്പിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് ഈ കുഴിയുള്ളത്. ചെമ്മണ്ണാണ് സ്ഥലം. എങ്ങനെ കുഴി കുത്തും? വിക്കാസം കൈക്കോട്ടൊന്നുമില്ല. ഈ ശിലായുധം കൊണ്ട് കുത്തി കുഴി കുത്തിയത്. ഇത്രയും വലിയ കുഴികൾ കുത്തി. അത് എത്ര നാളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് കുഴിയിട്ട് മൂടി. അവ ഇന്നത്തെ പോലെ അന്നുണ്ടല്ലേ കള്ളന്മാർ. പക്ഷെ ആരും വന്നത് മാന്തി എടുത്തില്ല. എന്താണത്? അതായത് വിശ്വാസപരമായ ഒരു പ്രതലം ആ മനുഷ്യർക്ക് ഉണ്ടായി എന്നാണ് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ വെച്ചാൽ മനുഷ്യൻ വിശ്വാസത്തിൻ്റെതായ പ്രാഥമിക തലത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മനുഷ്യൻ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നുള്ള ഒരു വിശ്വാസ പ്രതലം. ഇത് ആ പ്രതലത്തിൽ ഇങ്ങനെ ജീവിച്ച് പോവാണ്. കഴിഞ്ഞൊരു 10,000 വർഷം എത്തുമ്പോൾ, അതായത് ഇങ്ങോട്ട് വരുന്തോറും മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുകയാണ്. അതായത് സംഗ്രഹ രൂപത്തിൽ പറയുന്നത്, കൂടുതൽ ഡാറ്റാസ് എന്ന പുസ്തകത്തിലുള്ളത്. 10,000 വർഷം എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, ഈ വിശ്വാസത്തിന് മാറ്റം സംഭവിക്കുന്നു. അടുത്ത പ്രതലത്തിലേക്ക് വരുന്നു. അടുത്ത പ്രതലം എന്ന് പറഞ്ഞത് ഈ അനിമിസം എന്നാണ് പറയുക. അനിമിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല മറ്റു മൃഗങ്ങൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ആത്മാവുണ്ടെന്നുള്ള ഒരു വിശ്വാസ പ്രതലത്തിലേക്ക് ഈ മനുഷ്യർ ഉയരുന്നതാണ്. അത് കഴിഞ്ഞ 16 വർഷം എത്തുന്നു. ഇനി 10,000 വർഷം തൊട്ടുള്ള മനുഷ്യൻ്റെ ജീവിതമാണ്. എല്ലാം മാറുകയാണ്. അതായത് 10,000 വർഷത്തിന് ശേഷം ഐസേജ് മാറി, ഹിമയുഗം മാറി, ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥ വന്നു. ഇതോടുകൂടി മനുഷ്യൻ അതിനു മുമ്പ് ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തവും എന്നാൽ തുടർച്ചയായി മാറുന്നതുമായ ജീവിത വ്യവസ്ഥയിലൂടെ മനുഷ്യൻ ഇനി നീങ്ങുകയാണ്. ഇവിടെയാണ് എല്ലാത്തിൻ്റെയും താളം തെറ്റുന്നതും ദൈവനിർമ്മിതിയിലേക്ക് അതിവേഗം മനുഷ്യനെടുക്കുന്നതും.
ഇതുവരെ ഇവിടെയും ദൈവം ഇല്ല, പക്ഷെ ദൈവം ഇനി വരാനിരിക്കുന്നുള്ളൂ. പക്ഷെ അതിലേക്കുള്ള കനത്ത പടവുകൾ വരികയാണ്. അത് ഇനി വ്യത്യസ്ത ജീവിതാനുഭവം എന്ന് പറയുന്നത് ഈ കാർഷിക വൃത്തി തുടങ്ങി, കന്നുകാലി വളർത്തൽ തുടങ്ങി, അതിൻ്റെയൊക്കെ ഒരു വികാസത്തിൽ പിന്നീട് അസമത്വം വന്നു. അസമത്വം കുറച്ച് കഴിഞ്ഞാൽ അത് മൂർച്ഛിച്ചിട്ട് അടിമത്തം വന്നു. അടിമത്തം മൂർച്ഛിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിവിലൈസേഷൻ, നാഗരികത വന്നു. അതായത് അടിമകളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഈ കാർഷിക വൃത്തിയുടെ പ്രത്യേകത നോക്കാം. കാർഷിക വൃത്തി എന്ന് പറഞ്ഞത് അതായത് അതിനു മുമ്പുള്ള കാലങ്ങളിലെല്ലാം മനുഷ്യൻ ഈ ആഹാരം തേടി നടക്കലായിരുന്നു. ആ പരിപാടി വേണ്ടെന്ന് വെച്ച് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ കാർഷിക വൃത്തി. അതുപോലെ കന്നാലി വളർത്തലിലൂടെ സംഭവിക്കുന്ന നായാട്ട് വേണ്ട, മറിച്ച് ഒരു മൃഗത്തെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കുറേ നാൾ പാലെടുക്കാം, പിന്നെ അതിനെ കൊന്നു തിന്നാം. ഇതാണിത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ദൈവനിർമ്മിതിയിലേക്ക് സഹായിച്ച പാശ്ചാത്യ ഘടകങ്ങളാണ് ഇതെല്ലാം. ഈ കാർഷിക സമൂഹങ്ങൾ വരുന്നതോടുകൂടിയിട്ട് എല്ലാം മാറുകയാണ്. മനുഷ്യ അതിവേഗ അസമത്വത്തിലേക്ക് അടിമത്തത്തിലും പോവുകയാണ്. അതായത് കാർഷിക നായാട്ട് 10,000 വർഷത്തിന് മുമ്പുള്ള നായാട്ട് സമൂഹങ്ങളുടെ സംബന്ധിച്ച് ഭൂമി എന്നത് അവർക്ക് ആഹാരം തേടി നടക്കാനുള്ള ഒരു പ്രദേശം മാത്രമാണ്. ഒരു പ്രദേശത്തെ ആഹാരം കഴിഞ്ഞാൽ അവർ അടുത്ത പ്രദേശത്തേക്ക് പോകും. അതാണ് അതിൻ്റെ രീതി. പക്ഷേ കാർഷിക സമൂഹങ്ങൾ രൂപപ്പെടുമ്പോൾ അങ്ങനെയല്ല, അത് സ്വത്തായിട്ട് മാറും. അതായത് ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നവരുടെ സ്വത്തായിട്ട് ഇത് മാറും. എന്തായാലും കൃഷി നിലം തലയിലേറ്റ് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് അവരുടെ സ്വത്താണ്. ആദ്യം അത് ഈ കൃഷി ചെയ്യുന്നവരുടെ സ്വത്തും, പിന്നീട് അത് കൂടുതൽ കയ്യൊക്കും ബുദ്ധിമാനൊക്കെ ആൾക്കാർ സ്വന്തമാക്കും. ഇതോടുകൂടിയിട്ട് ഈ ആഹാര ലഭ്യതയിലുള്ള തുല്യത നഷ്ടപ്പെടും. കാരണം 10,000 വർഷത്തിന് മുമ്പ് ഒരു സമത്വ ജീവിതമാണ് നമുക്കുണ്ടായിരുന്നത്. ചെറിയ 10-30 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കിട്ടുന്നതെല്ലാം പങ്കുവയ്ക്കുന്നവരുടെ സമത്വം, നമ്മൾ ഈഗലിറ്ററി ലൈഫ് എന്നൊക്കെ പറയും, അതായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ 10,000 വർഷത്തിന് ശേഷം അതൊക്കെ മാറി, ആ സിസ്റ്റമൊക്കെ മാറി. ഇവിടെ ആഹാരത്തിലെ തുല്യതൊക്കെ നഷ്ടപ്പെട്ടു. മനുഷ്യൻ സ്വകാര്യ സ്വത്തിലേക്കൊക്കെ വന്നു. ഇതോടുകൂടി അസമത്വം വന്നു. ഇനി അസമത്വത്തിൻ്റെ ആ തുടർച്ചയിലാണ് അടിമത്തം വരുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഇതോടൊപ്പം കാണേണ്ട ഇതെങ്ങനെ വിശ്വാസത്തെ സ്വാധീനിച്ചെന്ന് നോക്കാം. 10,000 വർഷം എത്തുമ്പോൾ നമ്മൾ കൃഷി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനിമിസം എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട എല്ലാ ജീവികൾക്കും, ജീവനില്ലാത്തവർക്കും, അതായത് ഈ പുഴയ്ക്കും മലയ്ക്കും കാടിനും മരങ്ങൾക്കും കാറ്റിനും മഴയ്ക്കും പേമാരിക്കും പ്രളയത്തിനും സൂര്യനും ചന്ദ്രനും ഒക്കെ ആത്മാവുണ്ടെന്നുള്ള വിശ്വാസധാരയാണ് ഈ അനിമിസം എന്ന് പറയുന്നത്. ആദ്യത്തെ വിശ്വാസത്തിൻ്റെ ഉയർന്ന പദവി. ഈ അനിമിസം എന്നുള്ള വിശ്വാസം ഇനി കാർഷിക സമൂഹത്തിൽ അത് പ്രകൃതി ശക്തി ആരാധനയിലേക്ക് മാറുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ നല്ലൊരു ശക്തമായ ഭിത്തി പണിയുന്നത്. ആദ്യം അടിത്തറയായിരുന്നു, ഇതുപോലെ ഭിത്തി പണിയുകയാണ്. അതിങ്ങനെയാണ്. ഒരു കൂട്ടർ കൃഷി ചെയ്തിട്ട് അവിടെ കൃഷിനിലം ഒരുക്കി, അവിടെ വിത്തെറിഞ്ഞു, അവർക്ക് കിട്ടാവുന്ന വളങ്ങളൊക്കെ കൊടുത്ത്. അന്ന് പിന്നെ ജലസേചന പദ്ധതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രകൃതിയെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ വിളവ് കൊയ്തു. അങ്ങനെ ആ പ്രക്രിയ ഇങ്ങനെ ചാക്രികമായി തുറന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് പ്രളയം വരിക. ഇടയ്ക്ക് ചിലപ്പോൾ കൊടുങ്കാറ്റാവും, ചിലപ്പോൾ പേമാരിയാവും, ചിലപ്പോൾ വരൾച്ചയാവും, ഭൂകമ്പം, അങ്ങനെ പല പ്രകൃതി സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ കാർഷിക സമൂഹത്തിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുങ്കാറ്റും പ്രളയമൊക്കെ കൂടിയിട്ട് ഇവരെ കൃഷിയാണ് നശിപ്പിക്കുന്നത്. അതായത് ഇവർ അന്നം മുട്ടിക്കുകയാണ്. ഇവർക്ക് അന്നമില്ല, ഭക്ഷണം ഇല്ലാണ്ടാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇതിന് ആത്മാവുണ്ടല്ലോ, ആത്മാവുണ്ട്. ഇത് മനുഷ്യനെ പോലെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ആത്മാവുണ്ടെന്ന് ഇവർ വിശ്വസിക്കുകയാണ്. ഇവരുടെ തിയറി ഓഫ് മൈൻഡാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നപ്പോൾ എന്ത് സംഭവിക്കുന്നാൽ ഇവർ പ്രകൃതി ശക്തി അതായത് ഈ പ്രകൃതി ശക്തികൾക്ക് ഇവർക്ക് ആത്മാവുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പ്രകൃതി ശക്തി ആരാധനയിലേക്ക് വരികയാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാറ്റിൻ്റെ മഴയൊക്കെ ഒരു പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ രീതി തുടരുകയാണ്. ഇതാണ് നമ്മൾ പല ആദ്യകാല ഘട്ടങ്ങളിലൊക്കെ ഈ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രകൃതി ശക്തി ആരാധനകളൊക്കെ. ഇനി ഈ പ്രകൃതി ശക്തി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഈ ഒരു കാർഷിക സമൂഹത്തിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഈ പ്രകൃതി ശക്തി ആരാധന കാർഷിക സമൂഹത്തിന് ചുറ്റും അപ്പുറത്ത് നായാട്ട് സമൂഹങ്ങളുണ്ട്, അവർക്കിത് പ്രശ്നമില്ല. അവിടെ പ്രളയം വന്നും കൊടുങ്കാറ്റ് വന്നും ഒക്കെ അവരും ബാധിക്കും തുടക്കത്തിൽ. ഇതൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഈ നായാടി അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ കാർഷിക സമൂഹത്തിൽ മനുഷ്യർ സാധ്യമല്ല. കാരണം അവർ കുറേ കൂടി സാംസ്കാരികമായി ഉയർന്നവരാണ്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇനി എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ചരിത്രത്തിൽ വീണ്ടും മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ശക്തി ആരാധന എന്നുള്ള വിശ്വാസ സമ്പ്രദായം നിലവിൽ വന്നു. ഇവിടെ നിന്നാണ് പിന്നെ ഈ നാഗരികതയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ദൈവങ്ങളെ കാണുന്നത് കേട്ടോ.
ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ കൃഷി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എല്ലായിടത്തും കൃഷി വന്നു എന്ന് അർത്ഥമില്ല കേട്ടോ. കൃഷി വരുന്നത് മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ആദ്യമായിട്ട്. അതായത് കഴിഞ്ഞ 10,000 വർഷത്തിന് ശേഷം ശരി കൃഷി വരുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഇറാൻ, ഇറാഖ്, തുർക്കി, സൗദി അറേബ്യ, ജോർദാൻ, സിറിയ, ഇസ്രായേൽ, ഈജിപ്ത് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന്. ഇവിടെയാണ് ആദ്യത്തെ കൃഷി വരുന്നത്. ഇതിൽ ഇറാനിലെ സാഗ്രസ് പർവ്വതത്തിൻ്റെ താഴ്വരയാണ് ആദ്യത്തെ കൃഷി വരുന്നത്. പിന്നീട് ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ കൃഷി വന്നു. അതിന് ശേഷം ഈ അസമത്വം വന്നു, അടിമത്തം അതിനെ തുടർച്ചയായിട്ട് വന്ന് അങ്ങനെ പെരുകി വരികയാണ്. ഇനിയാണ് ശരിക്കും വിശ്വാസത്തെ ഈ ഇന്നത്തെ ദൈവത്തിലേക്ക് വരുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൽ ആദ്യത്തെ നാഗരികത ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മെസപ്പൊട്ടോമിയയിലാണെന്ന്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. ഇറാഖിലാണ് ആദ്യത്തെ നാഗരികത വരുന്നത്. ഇവിടെ അതായത് ഈ അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് ഈ കൊട്ടാരങ്ങളും സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഈ ഇത് അതായത് ഈ സിവിലൈസേഷൻ വരുത്തുന്നത്. അങ്ങനെ ആ തുടർച്ചയിൽ ഈ കാർഷിക സമൂഹത്തിൽ നിന്ന് മൊത്തം മാറുകയാണ് പുതിയ ജീവിതക്രമത്തിലേക്ക്, അതായത് നാഗരികതയിലേക്ക്. ഇങ്ങനെ വരുമ്പോൾ എല്ലാം മാറ്റം വരുമ്പോൾ ഈ വിശ്വാസവും മാറും. അതായത് ഈ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന കാർഷിക സമൂഹങ്ങൾ നാഗരികതയിലേക്ക് വികസിച്ചപ്പോൾ നാഗരികത സമൂഹത്തിൽ ഈ പ്രകൃതി ശക്തികളെ അതേ രൂപത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഈ നാഗരിക ശക്തികളുടെ ആ ചാർജ് ഉണ്ടല്ലോ, അപ്പം ഈ പ്രകൃതി ശക്തിയിൽ ചാർജ് ഉണ്ടല്ലോ, പേമാരി, പ്രളയം, എന്തൊക്കെ ആ ചാർജുകളൊക്കെ കൂടിയുള്ളത് അത് മനുഷ്യരൂപത്തിലേക്ക് മാറ്റി, മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മാറ്റി. ഈ മനുഷ്യരൂപത്തിൽ മാറ്റിയതാണ് ദൈവങ്ങളുടെ ആദ്യത്തെ പതിപ്പുകൾ. ഈ പതിപ്പുകൾ നമ്മൾ ആദ്യം മെസപ്പൊട്ടോമിയയിൽ കാണുന്നു. അത് മെസപ്പൊട്ടോമിയയിൽ സുമേറിയൻ കാലത്ത് 5000 വർഷം തൊട്ട് അവിടെ ഞാൻ കുറേ ദൈവങ്ങളുണ്ട്, പക്ഷെ അതിൽ 3 പറയാം. അതിൽ അനു, എൻലിൽ, എൻകി, ഇങ്ങനെ 3 ദൈവങ്ങൾ. ഇതിൽ അനു എന്ന് പറയുന്നത് ഈ ആകാശത്തിൻ്റെ ദൈവമാണ്. പ്രത്യേകിച്ച് സൂര്യനാണ് അനു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ പഴയ കാലത്ത് ഈ ആകാശത്തിൻ്റെ എല്ലാ ബൈബിളിലും ഖുർആനിലും നമ്മുടെ ഹിന്ദുക്കളുടെ ഇതിലൊക്കെ ആകാശത്തിൻ്റെ ദൈവങ്ങളെന്ന് പറയാം. അവിടെ പ്രപഞ്ചം എന്ന ആശയമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നമ്മളെ. പ്രപഞ്ചം സൃഷ്ടിച്ചെന്ന് പറഞ്ഞത് പ്രപഞ്ചം എന്ന ആശയം അവിടെ ഇല്ല. പ്രപഞ്ചം എന്ന ആശയം എങ്ങനെ വരിക? അത് ടെലസ്കോപ്പിന് ശേഷമാണ്. ടെലസ്കോപ്പ് 1608 ഒരു സ്വീഡിഷ് ഗ്ലാസ് നിർമ്മാതാവ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് മുകളിലേക്ക് നോക്കുന്നത്. അതിനു മുമ്പ് നഗ്നനേത്രം കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ടെലസ്കോപ്പ് കൊണ്ട് നോക്കിയപ്പോഴാണ് ഗാലക്സികൾ, നെബുലകൾ, അതുപോലെ കുറേ ഇന്ന് കാണുന്ന പ്രപഞ്ചം നടത്തത്തിലുള്ള വിശാലമായ ആ കൂട്ടങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇത് ടെലസ്കോപ്പിന് മുമ്പില്ല, 1608 മുമ്പില്ല. അന്ന് നഗ്നനേത്രം കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളെന്നല്ല അവർക്കത്. ഖുർആനിൽ പോലും നക്ഷത്രങ്ങളല്ലല്ല പറയുന്നത്. താഴെ ഈ കമാനം, ഈ നീലമേലാപ്പ്, അതിന് താഴെ വെച്ചിട്ട് ചില വിളക്കുകൾ എന്താണ് പറയുന്നത്. അതായത് അവർക്ക് അത്രേ അറിവുള്ളൂ. അവരുടെ കാഴ്ചപ്പാടിൽ അത് നക്ഷത്രമല്ല, മറിച്ച് വിളക്കുകൾ, മനുഷ്യന് വെളിച്ചം കാണാൻ വേണ്ട സാധനങ്ങൾ എന്ന അർത്ഥത്തിൽ അവർ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ശരിയായ പ്രപഞ്ചം എന്നുള്ളത് ടെലസ്കോപ്പിന് ശേഷം ഇത് മനസ്സിലാക്കണം. അപ്പോൾ അന്നത്തെ ആകാശത്തിൻ്റെ ദൈവമാണ് ഈ അനു എന്ന ദൈവം. സൂര്യനെ പിടിച്ചിട്ട് അനു എന്ന രൂപത്തിലേക്ക്, മനുഷ്യരൂപത്തിലേക്ക് മാറ്റി. ഇതാണ് മെസപ്പൊട്ടോമിയയിൽ കാണുന്ന. ഇത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ എനിക്ക് എന്നൊരു ദൈവമുണ്ട്. ഈ എനിക്കിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രളയത്തിൻ്റെ ദേവതയാണ്. അതുപോലെ മൂപ്പർക്ക് കൃഷിയുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എൻലിലാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അപ്പോൾ അതായത് പ്രകൃതി ശക്തികളെ മനുഷ്യരൂപത്തിലേക്ക് മാറ്റി. ഇതാണ് ദൈവനിർമ്മിതിയുടെ പശ്ചാത്തലം. ഇതാണ് മനുഷ്യൻ ചെയ്തു വെച്ചാണ്. മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. ഇനി ഈ ദൈവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ബഹുദൈവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി ഈ ദൈവങ്ങൾ മിഡിൽ ഈസ്റ്റിലാകെ വ്യാപിക്കുകയാണ്. നമ്മൾ തൊട്ട് തന്നെ ഈജിപ്തിൽ കാണുകയാണ്. ഈജിപ്തിൽ വരുമ്പോൾ ഈജിപ്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ യോസറസ്, അല്ല അനുബിസ്, ഹോറസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദൈവങ്ങൾ കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്നാൽ ദൈവങ്ങളുടെ ഒരു ചന്തയാണ്. ശരിക്കും ചാണക്കുഴിയിൽ പുഴു തളയ്ക്കുന്ന പോലെ ദൈവങ്ങളവിടെ. ശരിക്കും നമ്മൾ വല്ലാത്ത തെറ്റിദ്ധാരണയിലുണ്ട് കേട്ടോ. ഇന്ത്യയിലാണ് ദൈവങ്ങളെന്ന് 33 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നമ്മൾ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മിഡിൽ ഈസ്റ്റിലാണ് ദൈവങ്ങളുടെ കൊള്ളസംഘങ്ങൾ, അത്രയധികം ദൈവങ്ങളവിടെ. ഇന്ത്യയിലൊന്നല്ല, ഇഷ്ടം പോലെ ദൈവങ്ങളാണ് അവിടെയുള്ളത്. ഈ ദൈവങ്ങളുടെ ഈ പെരുപ്പം മൂലമാണ് ഈ പഹയന്മാരെ, പിശാചുകളെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഏകദൈവം വരുന്നത്.
ഈ ഏകദൈവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, തൊട്ടടുത്ത ആദ്യം ആരാണ് ഏകദൈവം ആയത്? യഹോവ എന്നല്ല നമ്മൾ അറിഞ്ഞുള്ളത്. യഹോവയല്ല ആയത് ഏകദൈവം. അത് BC 1332 അന്നത്തെ ഈജിപ്തിലെ ഫറവോയായിരുന്ന അഗ്നാറ്റൻ, അദ്ദേഹം സൃഷ്ടിച്ച ഒരു ഏകദൈവമുണ്ട്. അത് ഈ ദൈവങ്ങളുടെ കൊള്ളസംഘം മൂലം എന്താ നടക്കാൻ പറ്റില്ല, അത്രയധികം ദൈവങ്ങളാണ്. അപ്പോൾ അഗ്നാറ്റൻ എന്നത്തെ ആ ഫറവോ ഇദ്ദേഹം എന്ത് പണിയെന്ന് വെച്ചാൽ ഈ കുറേ എണ്ണ ദൈവത്തിനാണ് നിഷ്കാസനം ചെയ്തത്. അന്നത്തെ സൂപ്പർ ദൈവമാണ് ഈ ഹോറസ് എന്ന് പറഞ്ഞത്. അതിനൊക്കെ ഇല്ലാണ്ടാക്കി, രാജശാസനാണ് ഇല്ലാണ്ടാക്കി. ഈ ആറ്റൻ എന്ന് പറയുന്ന സൂര്യദൈവം, അതിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അതാണ് ആദ്യത്തെ ഏകദൈവ വിശ്വാസം, ആറ്റനിസം എന്ന് പറയും. ഇത് 17 വർഷമാണ് നിലനിന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ തുത്തൻഖാമൻ ഫറവാവുകയും പഴയ അവസ്ഥ തിരിച്ചു ചെന്നു. പക്ഷേ ഈ സമയത്ത് ഈജിപ്തിൻ്റെ പിടിയിലായിരുന്നു ഇസ്രായേലികൾ. അപ്പോൾ അവർക്ക് ഈ സംഗതിയൊക്കെ അറിയാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈജിപ്തിൻ്റെ പിടിയിൽ നിന്ന് മാറി ഇസ്രായേലിലേക്ക് വരും. അങ്ങനെയാണ് ആ മുതലിനെ, അതായത് യഹോവേനെ അവർ സൃഷ്ടിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് മറ്റാൾ യേശു ഉണ്ടായി, പിന്നെ യഹോവ അള്ളാഹു ഉണ്ടായി. ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. ഇവിടെ നമുക്ക് നോക്കാൻ വെച്ചാൽ ഈ മനുഷ്യൻ്റെ ഇതൊക്കെ നമ്മുടെ ചരിത്രം വെച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ അസമത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒക്കെ ഒരു ദീർഘമായ കഥകളാണുള്ളത്. നമ്മൾ ആ ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വേണ്ട എല്ലാ പാശ്ചാത്തലങ്ങളും ഉള്ളത്. ഇപ്പം ഈ നമ്മളിപ്പോൾ പറയും മിഡിൽ ഈസ്റ്റിലെ മതങ്ങളൊക്കെ പ്രവാചക മതങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് മുമ്പത്തെ, അത് 3000 വർഷത്തിന് മുമ്പുള്ള ആ 2000 വർഷമുണ്ട്, 5000 വർഷം തൊട്ട് 3000 വർഷമുള്ള 2000 വർഷത്തെ ദൈവങ്ങളൊന്നും നമ്മുടെ ചരിത്രത്തിലില്ല. അതൊന്നുമില്ല. നമ്മൾ ആകെ അറിയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഈ കാണുന്ന ഈ യഹോവ മുതൽ അള്ളാഹു വരെയുള്ള ഈ ദൈവങ്ങളാണ്. പക്ഷേ ഇവരൊക്കെ നിലനിൽക്കുന്ന വെച്ചാൽ ഈ മനുഷ്യൻ്റെ ഈ അടിമത്വം അത് ഭയങ്കര നീചമായ വ്യവസ്ഥയാണ്. ഒരു യജമാനന് കുറേ മനുഷ്യരുണ്ടായിരിക്കും അടിമകളായിട്ട്. അവരെ മനുഷ്യരാണ്, പക്ഷെ മനുഷ്യ പദവികളൊന്നുമില്ല. ആകെ ചെയ്യാനുള്ളത് ഈ ജോലി ചെയ്യാന്നുള്ളത് മാത്രം. അങ്ങനെയാണ് ഈ മഹത്തായ പിരമിഡുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും പിരമിഡുകൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കഥയുണ്ടെന്നും കൂടി അറിയണം. ഈ മനുഷ്യൻ അടിമകൾ കൊണ്ട് ചെയ്യിപ്പിച്ചുള്ളതാണ് എല്ലാം. ഈ സിഗ്റാത്ത് എന്ന് പറഞ്ഞ മെസപ്പൊട്ടോമിയയിലെ ഈ ക്ഷേത്രമാണ്, പിരമിഡിൻ്റെ ആകൃതി തന്നെയാണ്. അതൊക്കെ നിർമ്മിച്ചുള്ളത് അടിമത്തം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഒരു രാജാവ് നിർമ്മിച്ചെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ശുദ്ധ അസംബന്ധമാണ്. രാജാവല്ല, നമ്മുടെ ഷാജഹാൻ പോലും ഈ അടിമത്തം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അടിമത്തിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഈ നോക്കുക, എല്ലാ മതദൈവങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ വെറും തട്ടിപ്പുകാരാ. അതായത് പ്രവാചകന്മാരെന്നുള്ള പറയുന്നുണ്ടല്ലോ. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ദൈവങ്ങളൊക്കെ പ്രവാചക മതങ്ങളാണല്ലോ. വെറും തട്ടിപ്പുകാരാ. വെളിച്ചപ്പാടെന്നൊക്കെ പറയും, വെളിച്ചപ്പാടന്മാർ വെറും തട്ടിപ്പുകാരാ. കാരണം വെച്ചാൽ എന്താണ്, അവരിതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദിൻ്റെ ഡിസൈനാണ് ഇസ്ലാം എന്നുള്ളത്. അതായത് ആ ഒരു സമൂഹത്തിൽ, അടിമത്തം നിറഞ്ഞ സമൂഹത്തിൽ പണിയെടുക്കാതെ ഇഷ്ടംപോലെ പെണ്ണും കെട്ടി ആ ഗോത്രത്തിൻ്റെ നേതാവായിട്ട് കഴിയണം. അതിന് വേണ്ടിയുള്ള ആ ചിന്തയാൽ സ്വയം അവർ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണിത്. ആ സമൂഹത്തിൽ ചിലവാകും. എന്നുവെച്ചാൽ ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാമെന്ന് പലർക്കും അറിയാം. അങ്ങനെ ഒരുപാട് പേര് ഈ പ്രവാചക പദവിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ വെളിച്ചപ്പടന്മാർ വരുന്നുണ്ട്. ഇല്ലാത്തൊരു ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ചിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ സമൂഹത്തിൽ അത് വിതരണം ചെയ്തിട്ട് ആളായി തീർന്നതാണ് ഈ പ്രവാചകന്മാരുടെ ജീവിതം. അതിൽ 10,000 പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ വിജയിച്ചവരുടെ ചരിത്രം മാത്രം നമ്മൾ അറിയുന്നുള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ, അതായത് അവസാനത്തെ പ്രവാചകനും അവസാനത്തെ മതം ഇസ്ലാം, അതാണ് ഇനി മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് നമ്മൾ അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏറ്റവും വലിയ അസംബന്ധം എന്ന് വെച്ചാൽ ഈ അടിമത്തം ഇല്ലാണ്ടാക്കാൻ അവരൊന്നും ചെന്നില്ല. അതായത് 6326 ആയത്തുകളാണ് ഈ ഖുർആനിലുള്ളത്. ഇത് മുഴുവനും ഈ മുഹമ്മദിൻ്റെ സ്വന്തം തലയിൽ വന്നതാണ്, അല്ലാതെ മറ്റൊരുത്തിൽ നിന്ന് വന്നതല്ല. അങ്ങനത്തെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവതരിപ്പിച്ച സാധനങ്ങളാണ്. ഇതിലൊരായത്ത് പോലും അള്ളാഹു പറയുന്നതായിട്ട് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ്. അതായത് ഇന്നു മുതൽ നാം ഈ അടിമത്തം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആയത്തുണ്ടെങ്കിൽ ഈ മുഹമ്മദിൻ്റെ പേര് ഇന്ന് സ്വർണ്ണലിപിയിൽ എഴുതപ്പെട്ടതിൻ്റെ ചരിത്രത്തിൽ. പക്ഷെ പകരം എന്താണ്, നിങ്ങൾ ഈ ക്ലബ് ഹൗസിലൊക്കെ കയറി ചെന്നാൽ കാണാൻ പറ്റും മുഹമ്മദിനില്ലാത്ത തെറികളില്ല. ഞാൻ വിചാരിച്ച എൻ്റെ ഫീൽഡിലാണ് പച്ചത്തറി കൂടുതലുള്ളത്. അല്ല, നിങ്ങൾ ക്ലബ് ഹൗസിൽ കയറി നോക്ക്, മുഹമ്മദിനെ പറയാത്ത തെറികളില്ല. കാരണം അത്രയേറെ വൃത്തിയിട്ട മനുഷ്യനാണത്. സ്വന്തം ഡിസൈൻ ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ പെണ്ണും കെട്ടി, അത് മറ്റേ എല്ലാ പ്രവാചകരും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ അടിമത്തം നിൽക്കുന്നതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുന്ന സുഖമായി ജീവിതം നയിക്കുക എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു രൂപരേഖ. ഞാനൊരു വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാനിതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് എല്ലാവരും ഒന്ന് ഫ്രീ ആയിരിക്കണമെന്ന്, ടെൻഷനും ഇതൊന്നും വേണ്ടെന്നുള്ളത്.
പക്ഷെ അതൊരു ഒരു സൗകര്യമായിട്ട് ഒരു തുടക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. വെച്ചാൽ മനുഷ്യന് ഈ സ്ട്രെസ്സും പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, ചെത്തിക്കളയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ദൈവനിർമ്മിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയതാണ് ഈ സ്ട്രെസ് എന്നുള്ളത്. കാരണം വെച്ചാൽ അത് പരിണാമമാണത്. മനുഷ്യൻ പരിണമിച്ച് വന്നവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്ട്രെസ്സ്. ഇതിപ്പോൾ നോക്കുക, ഈ ഒരു കൂട്ടത്തിൽ തന്നെ സ്ട്രെസ്സുള്ളവർ പലരും ഉണ്ട്, ആരും സമ്മതിച്ചില്ലെങ്കിലും അത് വസ്തുതയാണ്. ഇപ്പോൾ ഒരു കൂട്ടത്തിൽ വന്നിരിക്കുന്നതിന്, അതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നതിന്, ഒരു ഡോക്ടറെ കാണുന്നതിന്, ഒരു ഇൻ്റർവ്യൂ പോകുന്നതിന്, ഏത് ഫീൽഡിൽ നോക്കിയാലും നമുക്ക് സ്ട്രെസ്സാണ്, പിരിമുറുക്കമാണ്, മാനസിക സമ്മർദ്ദമാണ്. ഇതെന്തിനാണ് സ്ട്രെസ്സ്? നമുക്കൊന്നിനും ആവശ്യമില്ലല്ലോ, നമുക്ക് പരസ്പരം അറിയുന്നവരല്ലേ. പക്ഷേ സ്ട്രെസ് ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ട്രെസ്സ്. ഈ ദൈവനിർമ്മിതി വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് എന്തുകൊണ്ട് പരിണാമത്തിന് അത് വന്നു എന്ന് പറയാം. ഈ ഒരു ഉദാഹരണം, 1,00,000 വർഷം മുമ്പത്തെ നമ്മുടെ ഒരു പൂർവികരുടെ അടുത്തേക്ക് ഒന്ന് പോവാം. അവർ ആഹാരം തേടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കുറച്ച് പേര് കൂടി നടക്കുമ്പോൾ ഒരു 10-200 മീറ്റർ അകലെ വെച്ചിട്ട് സിംഹത്തെ കണ്ടു. ആ കണ്ട കാഴ്ചയിൽ തന്നെ ഇവർക്ക് സ്ട്രെസ്സായി. കാരണം സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ അതിജീവനമുള്ളൂ. സ്ട്രെസ് ഇല്ലാത്ത ഒരാൾക്ക് അതിജീവനമില്ല. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ ഒരു സെക്കൻഡുകളിൽ അവർ കാഴ്ചയും കാണലും അവർ തിരിഞ്ഞോടലും ഒരുമിച്ച് നടക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ തെളിവാകും. അതായത് നമ്മുടെ ബ്രെയിനിൽ, മിഡ് ബ്രെയിനിൽ ഹൈപ്പോതലാമസ് ആണ് ഇതിൻ്റെ ഈ സ്ട്രെസ്സിൻ്റെ കമാൻഡിങ് സെൻറ്റർ. അവിടെ ഇത് ഒരു അപകടം മുന്നിലുണ്ട്, ഒരു അത്യാഹിത ഘട്ടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ അത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ഓണാക്കും. നമ്മുടെ തലച്ചോറിൽ തന്നെയാണ്. പിന്നെ അത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയെ ഓണാക്കും. അത് അങ്ങനെ ഈ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉണ്ടല്ലോ, സ്ട്രെസ് ഹോർമോണാണ്. ഇത് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് മന്ദീഭവിക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യിക്കും. അതിന് സ്ട്രെസ് വന്നാൽ നമുക്ക് വിശക്കാത്തതിൻ്റെ കാരണം എന്നുവെച്ചാൽ അവിടേക്ക് വേണ്ട ഓക്സിജനും ഈ ഗ്ലൂക്കോസും പോഷകങ്ങളും മുഴുവൻ നമ്മുടെ കാലിലേക്ക് കൊണ്ടുവരും, ഒപ്പം കയ്യിലേക്കും കൊണ്ടുവരും. ഇതാണ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവനമുള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി കഥയ്ക്കും അല്ലേ, ഭയങ്കരമായിട്ട് ഹൃദയമെടുപ്പ് കൂടും, ഒപ്പം ഈ ഹൃദയമെടുപ്പും കൂടി ശ്വാസോച്ഛ്വാസ നിരക്കും വർദ്ധിക്കും, കണ്ണൊക്കെ പുറത്തേക്ക് കൂടുതൽ കാഴ്ചയ്ക്ക് വേണ്ടി തള്ളി വരും. പിന്നെ ഒരു ഒറ്റ ഓട്ടാണ്, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സിംഹത്തിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓടുകയാണ് ചെയ്യാൻ. അതിന് ഓടി ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ സിംഹം ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓണാവുകയും ഈ അഡ്രിനാലിൻ്റെ റിലീസ് അവസാനിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഒരു പ്രശ്നമില്ല. ഈ പരിപാടി ഇതിൽ ഈ പ്രവർത്തനം അവരിൽ നിന്ന് പകർന്ന് ഇന്ന് നമ്മിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഈ നമ്മളിന്ന് അനുഭവിക്കുന്ന സ്ട്രെസ്സ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ഞാനും സ്ട്രെസ്സുള്ള ആളാണ് കേട്ടോ. പക്ഷേ പരിണാമം പഠിച്ചതോടുകൂടി എൻ്റെ സ്ട്രെസ്സിനെ എനിക്ക് കൈകാര്യം ചെയ്യാനായി. ഇപ്പോൾ സ്ട്രെസ്സും ഇല്ല. അതൊക്കെ മുട്ടടിച്ചിരുന്ന ഞാനാണ്. ഇപ്പോൾ എവിടെ പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരവസ്ഥ വന്നു. അതൊക്കെ പരിണാമം മൂലമാണ് പഠിച്ചുകൊണ്ടാണ് എനിക്കിത് വന്നുള്ളത്. നിങ്ങൾ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സെൻറ്ററിൽ പോകുക എന്നുള്ളതാണ്. സ്ട്രെസ് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് മാരകമായ പ്രശ്നങ്ങൾ പിന്നാലെ വരും. അതിലേക്ക് പോകാൻ നേരമില്ല. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് ഈ ദൈവനിർമ്മിതിയിൽ ഭയങ്കര സ്വാധീനം ചെലുത്തിയെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താതെ, 10,000 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യേന അറിയുന്ന, നമ്മുടെ ബ്രെയിന് നിത്യേന അറിയുന്ന സാഹചര്യങ്ങളാണ്. അതായത് കുറേ ഗ്രൂപ്പ് ഇതുപോലെ സിംഹങ്ങളും അക്കടക്കുള്ള ഭീകര മൃഗങ്ങൾ നമ്മളെ അവരുടെ ഏരിയയാണ് അതിനെ നമ്മൾ നേരിടണം. പിന്നെ ഭീമാകാരന്മാരായ സർപ്പങ്ങളുണ്ടെന്ന് അവരെ നമ്മൾ നേരിടണം. പിന്നെ ഈ ട്രൈബൽ യുദ്ധങ്ങളുണ്ട്, ട്രൈബൽ കടിപിടി ഉണ്ട്, അതും നേരിടും. ഇതൊക്കെ പ്രധാനപ്പെട്ട അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ ബ്രെയിന് നിത്യപരിചയമാണ്. 10,000 വർഷത്തിന് മുമ്പത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഇതൊക്കെ നമ്മുടെ ബ്രെയിന് നിത്യപരിചയമാണ്. അതുകൊണ്ട് ഏതൊരു സാഹചര്യം ഉണ്ടായാലും സഡനായിട്ട് ബ്രെയിൻ പ്രവർത്തിച്ച് അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. പക്ഷേ 10,000 വർഷത്തിന് ശേഷം ആ സ്ഥിതിയൊക്കെ മാറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറി. പിന്നെ നമ്മൾ കാർഷിക വൃത്തിയിൽ വന്നു, പിന്നെ കന്നുകാലി വളത്തിൽ അസമത്വം അടിമത്വമൊക്കെ വന്നു, പിന്നെ നാഗരികതയൊക്കെ വന്നു. ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രെയിൻ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത എന്നാൽ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ സ്ട്രെസ്സ് നമ്മളെ ശരിക്കും നീറ്റുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഈ
ബാഹുബലി ഒന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതിൽ ആ രാജാവിൻ്റെ പ്രതിമ പിടിച്ച് പൊക്കുന്നുണ്ടല്ലോ ആ അടിമകൾ. അപ്പോൾ വളരെ ദയനീയമായ രംഗം, ശരിക്കും അടിമകളെ തന്നെയാണ് കാണിക്കുന്നത് അതിനകത്ത്. അവർ ആ ഇത് പിടിച്ച് വലിക്കുന്നു, അപ്പോൾ അവർക്ക് ചാട്ടവാറടിയും കിട്ടുന്നു. ഇങ്ങനെയാണ് അന്നത്തെ ജീവിതത്തിൻ്റെ നേർപ്പകർപ്പാണത്. അത് മനുഷ്യൻ എന്നത് ഈ ഇത്തരം സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ സ്ട്രെസ് ഉൽപ്പാദിപ്പിക്കുകയാണ്. ബ്രെയിൻ എന്താ പറയുന്നത്, നീ ഓടിക്കോന്നാണ് പറയുന്നത്. ആ സാഹചര്യങ്ങളെ നമുക്ക് നേരിടാൻ വേറെ വഴികളില്ല, ഓടിക്കോന്നാണ്. പക്ഷെ ഓടാൻ പറ്റില്ലല്ലോ, സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ അവൻ ആന്തരികമായിട്ട് ഓരോ മനുഷ്യനും ഇങ്ങനെ അഗ്നികുണ്ഡത്തിൽ പുഴുങ്ങുകയാണ്, സ്വയം പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവർ വല്ലാത്തൊരു ദുരന്താവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഈ വിശ്വാസങ്ങൾ മനുഷ്യന് ആശ്വാസമാകുന്നത്. അതായത് ശ്രദ്ധിക്കുക, ഈ അടിമത്വം അസമത്വം എന്നതും മതങ്ങൾ കൊണ്ടൊന്നല്ല, മനുഷ്യൻ്റെ 10,000 വർഷത്തിന് ശേഷമുള്ള ജീവിത സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ പെട്ടുകഴിയുന്ന മനുഷ്യന് രക്ഷയ്ക്കായിട്ട് മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണ് മതങ്ങളും ദൈവങ്ങളും. അത് ചെറിയ ആശ്വാസമല്ല മനുഷ്യന് കൊടുക്കുന്നത്. എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. ഞാനും ഒരു ഘട്ടത്തിൽ വിശ്വാസിയായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര വിശ്വാസം. അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നാൽ സ്ട്രെസ് മാറി, 2 ദിവസം സ്ട്രെസ് മാറി, പിന്നെ പിറ്റത്താഴ്ച വീണ്ടും പോകും. അപ്പോൾ ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ വെച്ചാൽ അതൊരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് സ്ട്രെസ്സിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സ്ട്രെസ് ഇത് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കുക. അതില്ലെങ്കിൽ നമ്മൾ അത് പരമാവധി രോഗികളായിട്ട് വരും. ഇപ്പോൾ ക്യാൻസർ മുതൽ എല്ലാവിധ രോഗങ്ങൾക്കും വരാനുള്ള വഴി തുറക്കലാണ് ഈ സ്ട്രെസ് ഉള്ളത്. സ്ട്രെസ് വരുമ്പോൾ ഈ അഡ്രിനാലിൻ ഹോർമോൺ റിലീസ് ആകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല, ഫൈറ്റും ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് അവിടെ കിടക്കും, അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ സാവധാനത്തിൽ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും വഴി തുറക്കും. അത് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ ഈ 1980 മുതലല്ല വന്നത് കേട്ടോ, അത് കഴിഞ്ഞ 8,000 വർഷം തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം മഹാരോഗങ്ങളിൽ കൂടിയായിരുന്നു മനുഷ്യൻ എന്നുള്ളത് ഈ ഇത്തരം കാലങ്ങളിൽ ജീവിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സ്ട്രെസ്, ഒരു ഭാഗത്ത് മഹാരോഗങ്ങൾ, ഇതിൻ്റെ ഇടയിൽ പെട്ടുഴയുന്ന മനുഷ്യൻ തന്നെ നിർമ്മിച്ച ഈ പരിസ്ഥിതിയിൽ എന്താണ് രക്ഷ? മനുഷ്യൻ തന്നെ നിർമ്മിച്ചു ദൈവങ്ങളെ. അതുകൊണ്ടാണ് ഒരു ദൈവത്തിന് പകരം ദൈവങ്ങളുടെ പ്രളയം ഉണ്ടായത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ സാധാരണ സംസാരിച്ചത് പോകുമ്പോൾ അതിൻ്റെ റെഫറൻസുകൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തുള്ളതുകൊണ്ട് അതിലാണ് എല്ലാം എടുക്കുന്നത്. കൂടുതൽ അറിയാനുള്ളവർ ആ പുസ്തകത്തിലേക്ക് പോവുക. പിന്നെ ഞാൻ ഇത്രയും സംസാരിച്ച് നിങ്ങളെല്ലാം കേട്ടിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോട് നന്ദി പറയുന്നു. പിന്നെ കേരള യുക്തിവാദ സംഘത്തിൻ്റെ കമ്മിറ്റിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.